രാവിലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം റെഡിയാണേ. അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നോൺ വെജ് കഴിക്കുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും കാണുമല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നോൺ വെജ് ആയാലും ഇല്ലെങ്കിലും ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് കള്ളപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കീമ കറിയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ചിക്കൻ കീമയുടെ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു രീതിയാണ്. ഒരു പ്രഷർ കുക്കറിൽ എണ്ണയൊഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എന്നിവയിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. സവോള നല്ല കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്തൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നീ പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കീമ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്യണ പോലെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ആക്കിയ പൊട്ടറ്റോ കഷ്ണങ്ങൾ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ എന്നാലും പൊട്ടറ്റോ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. ഇനി എന്താ, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പ്രഷർ കുക്കർ അടച്ച് ഒരു 4 മുതൽ 5 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് പണിപാളി, പ്രഷർ കുക്കറിൽ അടിയിൽ പിടിച്ചു കേട്ടോ. പക്ഷേ സ്മെല്ല് വന്നപ്പോൾ തന്നെ ഞാൻ സംഭവം ഓഫ് ചെയ്ത് പാത്രം മാറ്റി. അതുകൊണ്ട് വലുതായിട്ട് പാളിപ്പോയില്ല. പിന്നൊന്നുമില്ല, ചിക്കൻ മസാലപ്പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻജോയ്.